ബഹുമാന്യനായ ഡിവൈഎസ്പി സാറെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സാദരം ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുപ്രഭാതം സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾ കർമ്മധീരരായ പ്രവർത്തകരെന്നാണ് പറയാൻ പറ്റുക. കാരണം ഇതിനൊരു വിപത്താണ്. ഈ വിപത്തിനെതിരെ പോരാടാൻ മുൻകൈ എടുത്തിറങ്ങിയ സുപ്രഭാതം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കേട്ടു. വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, വയറ് നിറക്കാൻ വേണ്ടി പോരാടിയ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മൾ ഇനി ഇതിനു വേണ്ടി നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോട്ടിറങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളെല്ലാം മുൻകൈ എടുത്തത് കൊണ്ട് ഈ പ്രശ്നം വിജയിക്കും എന്നുള്ള വിശ്വാസമില്ല. എങ്കിലും ഇപ്പം ഒരു മാസത്തെ വ്യത്യാസത്തിൽ നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് എൻ്റെ സബ് ഡിവിഷൻ, കൊണ്ടോട്ടി സബ് ഡിവിഷൻ, കൊണ്ടോട്ടിയിലാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത്. അത് ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ഒരു ലിമിറ്റിൽ ഇതിങ്ങനെ സുലഭമായി കിട്ടുന്നു എന്ന് പറയുന്നത്. കാരണം സുലഭമായി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെയും മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാർ ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളിലും വാർഡുകളിലും നടന്ന കമ്മിറ്റികളിൽ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അത്രയും പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അവരുടെ എല്ലാ വിധത്തിലും. കാരണം ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം QR കോഡ്, അതിപ്പം മുഖ്യമന്ത്രി ഇന്നലെ അഭിനന്ദിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ QR കോഡ് സംവിധാനം നമ്മളെ വാർഡിൽ കൊണ്ടുവന്നത്. അത് മുഖ്യമന്ത്രി ഇന്നലെ അഭിനന്ദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ പോരാട്ടം ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സുപ്രഭാതത്തിനുള്ള എല്ലാ കർമ്മധീരരായ പ്രവർത്തകർക്കും പോലീസിന്റെ പ്രത്യേക അഭിനന്ദനം, എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സർ, ഞങ്ങൾ ഈ യാത്ര നടത്തി കടന്നുപോയ ഇടങ്ങളിലെല്ലാം ആളുകളുടെ ഒരു ചോദ്യവും സംശയവും ഈ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുവാനുള്ള സംവിധാനം കുറ്റവാളികൾക്കുണ്ടാകുന്നു. അതിന് ഒരു ഉദാഹരണം, ഈ കഞ്ചാവ് കേസുകളിൽ ഒരു ഗ്രാമിന്റെ കുറവുണ്ടെങ്കിൽ അയാൾക്ക് ജയിൽ ശിക്ഷയിൽ നിന്ന് അയാൾ ഒഴിവാവുകയാണ്. പക്ഷേ ഈ 999 ഗ്രാം കൊണ്ട് അനേകം ആളുകളിലേക്ക് ഈ ശൃംഖല ഇത് വിതരണം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നിയമത്തിന്റെ അപര്യാപ്തതയല്ലേ ഇത്? തീർച്ചയായും ജനങ്ങൾ നിയമത്തിനെ പറ്റി ബോധവാന്മാരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. കാരണം നിയമത്തെ പറ്റിയിട്ട് ജനങ്ങൾ ബോധവാന്മാരാണ്. ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, 1 കിലോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടില്ല, അതിൽ കുറഞ്ഞ ജാമ്യം കിട്ടും. നിയമത്തിന് കൂടുതൽ കർശനമാക്കണമെന്നാണ് പോലീസിന്റെയും എല്ലാവരുടെയും അഭിപ്രായം. ഈ സ്വാഭാവികമായിട്ടും ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഇത്തരം കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് സാക്ഷി പറയാൻ ഉള്ള ഭയം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരാത്തൊരു സാഹചര്യം, ഈ മാഫിയെ പേടിക്കുന്ന ഒരു സമീപനം പല സ്ഥലങ്ങളിലുമുണ്ട്. പോലീസിന് എങ്ങനെ ഇവർക്കൊരു ധൈര്യം കൊടുക്കാൻ പറ്റും? ഈ ജനങ്ങൾ നേരിട്ട് ഇപ്പൊ QR കോഡ് നല്ലൊരു സംവിധാനമാണ്. സുപ്രഭാതവും നിങ്ങളുടെ ആ ഒരു കണ്ടെത്തലിനെ യാത്രയിൽ ഞങ്ങൾ എവിടെയും കേൾക്കാത്ത ഒരു നല്ല ഒരു സംവിധാനം നൽകി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കണം. പക്ഷെ ജനങ്ങൾക്ക് ഇത്തരം സാക്ഷി പറയാൻ ഉള്ള ഭയം, അതൊക്കെ നമുക്ക് ജനങ്ങൾ എങ്ങനെ ബോധവൽക്കരിക്കാൻ കഴിയും? ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ, ഈ പോരാട്ടത്തിൽ ഒരു യോദ്ധാവ് എന്ന ഒരു പ്രോഗ്രാമാണ് പോലീസ് നടത്തിയിരുന്നത്. ഞാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആര് ഇൻഫർമേഷൻ തന്നാലും അത് വളരെ രഹസ്യമായിരിക്കും. കൂടാതെ നിയമപരമായി എല്ലാ പ്രൊട്ടക്ഷനും സാക്ഷി പറയുന്ന എല്ലാവർക്കും പോലീസ് കൊടുത്തിരിക്കും. യാതൊരു ഭയപ്പാടും ഈ കാര്യത്തിൽ വേണ്ട. പിന്നെ ഇവിടെ അദ്ദേഹം ഒരു ഞങ്ങളെ പ്രോസിക്യൂട്ടർ ഉണ്ട്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അദ്ദേഹം ഈ കോടതികളെ വാദിക്കുന്ന ഒരു സംഭവങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാണ്, ഈ പിടിച്ചിരിക്കുന്ന എല്ലാ പ്രതികളും അല്ലെങ്കിൽ ഉൾപ്പെട്ട ആളുകളും ഒരേ ജയിലിലാണ് കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു ആശങ്ക പ്രകടിപ്പിച്ചതാണ്. കാരണം അവർ വീണ്ടും അവിടെ വെച്ച് പല കാര്യങ്ങളും തീരുമാനമെടുക്കാനും നിയമപരമായിട്ട് അവർക്ക് വേണ്ട പോരാട്ടത്തിന് പോലും ഒരു സാഹചര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കും. മറ്റൊരു കാര്യം, ഈ ഒരു കുറ്റവാളി പിടിക്കപ്പെടുന്നു, അയാള് ജയിലിലേക്ക് പോകുന്നു, അയാൾ ജാമ്യം കിട്ടി വീണ്ടും പുറത്തിറങ്ങുന്നു, വീണ്ടും ഇതേ കുറ്റം ആവർത്തിക്കുകയാണ്.
സ്വാഭാവികമായിട്ടും നിയമത്തോടുള്ള ഇപ്പൊ നമ്മുടെ താമരശ്ശേരിയിലെ കുട്ടികൾ തന്നെ പറഞ്ഞത് 14 വയസ്സുള്ള കുട്ടികളാണ്. അവർ തന്നെ പറഞ്ഞത് സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന് കേസെടുക്കാൻ വകുപ്പില്ല, ജയിലിൽ പോകാൻ വകുപ്പില്ല എന്ന അവരുടെ വാട്സാപ്പ് ചാറ്റാണ്. ഇങ്ങനെ നിയമത്തെ ഭയപ്പെടാത്ത അല്ലെങ്കിൽ നിസ്സാരമായി മാത്രം കാണുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ മാഫിയൊക്കെ ജയിലിൽ കയറുന്നു, ഇറങ്ങുന്നു, വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു, ഇത് ആവർത്തിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തിൽ വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. കാരണം സുപ്രഭാതം നടത്തുന്ന ഇത്തരം പരിപാടികൾ നിയമത്തിലുള്ള പഴുതുകൾ ഏറ്റവും കൂടുതൽ കർശനമാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണം. കാരണം ജുവനൈൽ എന്ന് പറഞ്ഞത് 18 വയസ്സിനും താഴെയാണ്. ഒരു നിയമപരമായി അവർക്ക് പരിരക്ഷ കൂടുതലാണ്. അപ്പൊ നിങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ ഇത് നിയമപരമായി നേരിടുന്നതിന് വേണ്ടി ഒരു സഹായം കൂടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ അങ്ങോട്ട് പറയും. തീർച്ചയായിട്ടും നമുക്ക് ആ സഹായത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സാറിന്റെ സമയത്തെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ വന്നതിനും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നതിനും ഞങ്ങൾ സുപ്രഭാതത്തിന്റെ പ്രത്യേക നന്ദി അറിയിക്കണം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സുപ്രഭാതം പരിപാടി വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആരും തന്നെ ഇത്ര സജീവമായി മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ വളരെ ശ്രമിച്ചു. വളരെ നല്ല വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കോളേജുകളും സ്കൂളുകളൊക്കെ ഉള്ള ടൈമിനായിരിക്കേണ്ടതാണ്. ചെറുപ്പക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു പ്രവണത ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ കൂടി ഒന്ന് ശ്രമിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം. താങ്ക് യു.